വെൽക്കം ടു അനദർ വീഡിയോ. സോ ഇന്നത്തെ വീഡിയോ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെമിസ്ട്രി എക്സാമിൻ്റെ റിവ്യൂ ആണ് ഗൈസ്. പ്രാക്ടിക്കൽ എക്സാമിൻ്റെ അങ്ങനെ അവസാനത്തെ എക്സാമും കഴിഞ്ഞ് ഗൈസ്. നല്ല അടിപൊളി എക്സാം ആയിരുന്നു ഗൈസ്. ഉച്ചയ്ക്ക് ശേഷമാണ് എനിക്ക് എക്സാം ഉണ്ടായിരുന്നത്. ഞാൻ സെക്കൻഡ് ബാച്ചാണ്. അപ്പോൾ എക്സാമിന് നമുക്ക് ചെയ്യാനുണ്ടായിരുന്നത് എസിഡിമെട്രി ആണ്. ആൽക്കലിമെട്രി വെച്ചിട്ടേ ഉണ്ടായിരുന്നില്ല ഓവറോൾ. അപ്പോൾ നാളെ ഒരു ബാച്ചും കൂടി ചെയ്യാനുണ്ട്, അവർക്ക് വെക്കുമെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും എസിഡിമെട്രിയാണ് ചെയ്യാനുണ്ടായിരുന്നത്. ഫസ്റ്റ് ബാച്ചിനും എസിഡിമെട്രിയാണ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് തന്നിട്ടുണ്ടായിരുന്ന ബേസ്, പൊട്ടാസ്യം, ക്രോമേറ്റും ആസിഡ്, H2SO4 ആണ്. അപ്പോൾ നല്ല അടിപൊളിയിൽ ചെയ്യാൻ വേണ്ടി പറ്റി. ഫസ്റ്റ് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തരും. പിന്നെ നമ്മൾ ഒരു പേപ്പറിൽ നമ്മൾ അതിൻ്റെ പ്രിൻസിപ്പളും പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് സാറിന് കൊടുക്കണം. അപ്പോൾ അതെന്തായാലും ചെയ്തു. അതിന് 3 മാർക്കാണ്. എനിക്ക് 3 മാർക്ക് ഉണ്ട്. എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു, കാരണം K2CO3യും H2SO4 കൂട്ടുമ്പോൾ K2SO4 ആണ് കിട്ടുക. അപ്പോൾ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു അങ്ങനെ ഒരു സാധനം ഉണ്ടോ എന്നുള്ള കാര്യം. അപ്പോൾ എന്തായാലും 3 മാർക്ക് കിട്ടിയിട്ടുണ്ട്. പ്രിൻസിപ്പളും പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് നമ്മൾ അത് എഴുതി കൊടുത്തു. അപ്പോൾ ലാസ്റ്റ് നമുക്ക് എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പേപ്പർ ടൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ പേപ്പർ തിരിച്ചു ചേർത്തുള്ളൂ. അങ്ങനെയാണ് എനിക്ക് 3 മാർക്ക് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അത്രയ്ക്ക് തന്നെയുള്ളൂ ഗൈസ്. അപ്പോൾ നിങ്ങൾ ഇക്വേഷൻസ് ഒക്കെ എഴുതുന്ന സമയത്ത് കറക്റ്റ് നോക്കി കണ്ടു എഴുതുക. കാരണം എൻ്റെ ഫ്രണ്ട് എന്നെ NO3 എഴുതുന്നത് എനിക്ക് NO3 എഴുതിക്കൊണ്ടൊക്കെ 1 മാർക്ക് കുറച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കി എഴുതുക. പിന്നെ വോളിമെട്രി നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റത്തെ 2 ചെയ്തപ്പോൾ എനിക്ക് കൺകോർഡൻ്റ് വാല്യൂ കിട്ടിയിട്ടില്ല. ഫസ്റ്റ് ചെയ്തപ്പോൾ 18.5ഉം പിന്നെ ഫസ്റ്റ് ചെയ്തപ്പോൾ 18.4ഉം സെക്കൻഡ് ചെയ്തപ്പോൾ 18.5 കിട്ടി. സാറിന് അനുസരിച്ചപ്പോൾ സാർ പറഞ്ഞ് കൺകോർഡൻ്റ് വാല്യൂ കിട്ടുന്നവരെ ചെയ്യണം എന്ന് പറഞ്ഞ്. അപ്പോൾ തേർഡ് ചെയ്തപ്പോൾ എനിക്ക് 18.5 കിട്ടി. അത് ചെയ്തതിന് ശേഷം അതിൻ്റെ കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ സാൾട്ട് എനിക്ക് ചെയ്യാൻ വേണ്ടി കിട്ടിയിട്ടുണ്ടായിരുന്നത് ബേരിയം ക്ലോറൈഡ് ആണ് ഗൈസ്. പിന്നെ ബേരിയം ക്ലോറൈഡാണ് തന്നത്. ഫസ്റ്റ് ഞാൻ ക്ലോറൈഡ് ചെയ്തു. അപ്പോൾ ക്ലോറൈഡ് ചെയ്തപ്പോൾ വൈറ്റ് ഡെൻസ് ഫ്യൂംസ് ഒക്കെ പോകുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഡൗട്ട് അയച്ച് ഞാൻ നൈട്രേറ്റും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. നൈട്രേറ്റ് ചെയ്തപ്പോൾ നൈട്രേറ്റ് അല്ലാന്ന് കിട്ടി. പിന്നെ ആദ്യം ക്ലോറൈഡ് ചെയ്തപ്പോൾ ക്ലോറൈഡ് ആണെന്ന് കിട്ടി. പിന്നെ ക്ലോറൈഡിൻ്റെ കൺഫർമേഷൻ ടെസ്റ്റും കൂടെ ചെയ്തു. അപ്പം കൺഫേം ആയി ക്ലോറൈഡ് ആണെന്ന്. പിന്നെ ബേരിയം 5th ഗ്രൂപ്പ് കുറേ ചെയ്യാനുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതൊക്കെ എഴുതലാണ് ഗൈസ് ടാസ്ക് ആയിട്ടുണ്ടായിരുന്നത്. കാരണം ഭയം ചടവട എഴുതേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഏകദേശം നമ്മൾ സമയമൊക്കെ ആയിട്ടുണ്ടാവും. പിന്നെ എഴുതാനുള്ള സമയം കൂടി കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ടഫായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ മാക്സിമം ചെയ്യുമ്പോൾ വേഗം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങളൊക്കെ തപ്പി വരുമ്പോഴത്തേക്കും ഏകദേശം ടൈമൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. കാരണം സോൾട്ടിൽ വേണ്ട സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ തപ്പിപ്പിടിച്ച് ചെയ്യുമ്പോൾ കുറേ ടൈം പോയി. പിന്നെ ലാസ്റ്റ് ചടപടയെന്നിട്ട് വേഗം സാൾട്ടും എല്ലാം എഴുതി കൺഫേം ചെയ്ത് സാറിന് കൊടുത്തു. എന്തായാലും ശരിയായിരിക്കും, തെറ്റാനൊന്നും വലിയ ചാൻസ് ഇല്ല. പഠിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ തന്നെ സാൾട്ടും വോളിമെട്രി എല്ലാം പഠിച്ച് പോയിട്ടുണ്ടായിരുന്നു. വൈവ ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ക്ലോറൈഡിൻ്റെ ടെസ്റ്റും കൺഫർമേഷനും ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മെഗ്നീഷ്യത്തിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കൺഫർമേഷൻ. ഇതൊക്കെയാണ് വൈവയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. മെഗ്നീഷ്യത്തിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ക്ലോറൈഡിൻ്റെയും ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ പറയാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ എനിക്ക് ഓവറോൾ ചെയ്യാൻ വേണ്ടി പറ്റി. വന്ന ഇൻവിസിലേറ്ററും നല്ലത് തന്നെയായിരുന്നു. പിന്നെ നമുക്ക് ഫസ്റ്റത്തെ പ്രിൻസിപ്പളും കാര്യങ്ങളൊക്കെ ചെയ്താൻ വേണ്ടിയിട്ട് 5 മിനിറ്റ് തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ആ പിപ്പറ്റിലെന്ത്, ബ്യൂററ്റിലെന്ത്, പിന്നെ ഇൻഡിക്കേറ്റർ കളർ ചേഞ്ച് ഇതൊക്കെ എഴുതി. പിന്നെ പ്രൊസീജിയറും കൂടി ഞാൻ സെൻറ്റൻസിലായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അത് എഴുതുമ്പോഴത്തേക്കും ഏകദേശം സമയം ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വേഗം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാണ്ട് വേഗം തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എല്ലാവരും. അപ്പോൾ ഓവറോൾ അൽഹംദുലില്ലാ നല്ല രീതിയിൽ തന്നെ എക്സാമും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റി. അപ്പോൾ ഇതുവരെ കഴിഞ്ഞ 5 എക്സാമും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല രീതിയിൽ തന്നെ എഴുതാൻ വേണ്ടി പറ്റി. പിന്നെ വൈവയിൽ ചില ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസറൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ജിയോളജിയും ഫിസിക്സ് അങ്ങനെ. എന്നാലും നല്ല മാർക്ക് കിട്ടും, കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയ്ക്ക് തന്നെയുള്ളൂ എൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മളെ പ്രാക്ടിക്കലിൻ്റെ പബ്ലിക് എക്സാം കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മളെ തിയറി ഇനിയാണ് ഗൈസ് മെയിൻ താരം വരാൻ വേണ്ടി പോകുന്നത്. ഇതുവരെ ഞാൻ ഒന്നും പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതുകൂടാണ് ഞാൻ 3 വിഷയം ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്താൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. എന്തിനാണെന്ന് എനിക്ക് തന്നെ അറിയില്ല. മാത്സും ഫിസിക്സും ബയോളജി ഈ 3 വിഷയമാണ് ഞാൻ ഇമ്പ്രൂവ്മെൻറ്റിന് കൊടുത്തത്. എന്തിനൊന്നും ആലോചിച്ചിട്ട് ഒരു ഐഡിയ ഇല്ല. ബൈ റിഗ്രറ്റ് അടിക്കേണ്ടാത്ത കൊടുത്തതാണ്. പക്ഷെ ഇതുവരെ ഞാൻ പഠിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടില്ല. ഇനി വേണം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. മാത്സ് എന്തായാലും സാർ കുറച്ച് എടുത്തിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഒരു സബ്ജക്റ്റിൽ വലിയ പേടിയില്ല. അപ്പോൾ നിങ്ങൾ ഏതൊക്കെയാണ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് എക്സാം കഴിഞ്ഞ എക്സാമൊക്കെ എങ്ങനെ ഉണ്ടാകും എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. എനിക്ക് എന്തായാലും അൽഹംദുലില്ലാ 5 എക്സാം നല്ല അടിപൊളിയിൽ എഴുതാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. എന്നോട് ഒരുപാട് ഫ്രണ്ട്സ് കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റഡി പ്ലാൻ ചെയ്യുമെന്നുള്ള കാര്യം. ആദ്യം ഞാനൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. കാരണം ഇതുവരെ ഒരു രീതിയിലും പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ഒരു പ്ലാനും ക്രിയേറ്റ് ചെയ്തിട്ടില്ല, ഒന്നുമില്ല. ഞാൻ ഇപ്പോൾ 0ലാണ് ഉള്ളത്. ഇവിടുന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അൽഹംദുലില്ലാ പബ്ലിക് എക്സാമൊക്കെ കഴിഞ്ഞു. ഇനി തിയറിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യണം, ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം.
മോഡൽ എക്സാം എന്തൊക്കെ എഴുതാന്ന് തന്നെ ഒരു ഐഡിയ ഇല്ല. കാരണം ഒരു ചാപ്റ്റർ പോലും നേരാൻ വണ്ണം പഠിച്ചിട്ടില്ല ഗൈസ്. ഓൺ എക്സാമിനും ക്രിസ്മസ് എക്സാമിനും കുറച്ച് ചാപ്റ്റേഴ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇപ്പം മറന്നു പോയിട്ടുണ്ട്. ഇപ്പോൾ റിവൈസ് ചെയ്യണം, പഠിക്കണം, ഫുൾ ടാസ്ക് ആണ് ഗൈസ്. അപ്പോൾ ഇനി ആകെ 2 മാസം കൂടി ഉണ്ട് ഗൈസ് നമ്മൾ +2 ലൈഫും സ്കൂൾ ലൈഫൊക്കെ തീരാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് മാക്സിമം പറ്റുന്നത്ര എല്ലാവരും പഠിച്ച് പോകാൻ വേണ്ടി നോക്കുക. കോപ്പി അടിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ട് ചോദിച്ച് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കാണ്ട് നിൽക്കുക ഗൈസ്. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമുക്ക് പഠിക്കാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു ഫോർ വാച്ചിങ്.